ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. ഭീകരതയെ ചെറുക്കുന്നതിനും സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും സൈപ്രസും. അതിർത്തി കടന്നുള്ള ഭീകരതയെ പ്രതിരോധിക്കുന്നതിന് സമഗ്രവും ഏകോപിതവുമായ സമീപനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റും നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. സൈബർ സുരക്ഷ, വ്യാപാരം, പ്രതിരോധ, സമുദ്ര മേഖലകൾ തുടങ്ങിയവയിലെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. മധ്യപൂർവേഷ്യയിലെ സംഘർഷസ്ഥിതി, റഷ്യ യുക്രൈൻ യുദ്ധം എന്നിവയുൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളും ഇന്ത്യയും സൈപ്രസും ചർച്ച ചെയ്തു. സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക് തിരിച്ചു. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് ശ്രീ മോദി ക്രൊയേഷ്യ സന്ദർശിക്കും. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ആക്രമണങ്ങളെ തുടർന്ന് 224 പേർ മരിച്ചതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിൽ മരണസംഖ്യ 20 കടന്നു. 300-ലധികം പേർക്ക് പരിക്കേറ്റു. അതിനിടെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് UAE വിദേശകാര്യമന്ത്രിയുമായി കേന്ദ്രമന്ത്രി S. ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും ഇറാൻ ഇസ്രായേൽ ഏറ്റുമുട്ടൽ പ്രധാന വിഷയമാകും. സംയോജിത പ്രതിരോധ സൈനിക ആസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ സൈബർ ഏജൻസി സംഘടിപ്പിക്കുന്ന സമഗ്ര സൈബർ സുരക്ഷാ പരിശീലനത്തിന് ഇന്ന് തുടക്കമായി. നിലവിൽ ലോകം നേരിടുന്ന സൈബർ ഭീഷണികളെ കണ്ടെത്തുകയും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തുകയും ഇത്തരം വെല്ലുവിളികൾ നേരിടാനുള്ള തയ്യാറെടുപ്പ് വിലയിരുത്തുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടി ഈ മാസം 27-ന് സമാപിക്കും. ആഗോളതലത്തിൽ ദുരന്ത നിവാരണ മേഖലയുടെ മുൻപന്തിയിലേക്ക് ഇന്ത്യ മുന്നേറുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ദുരിതാശ്വാസ കമ്മീഷണർമാരുടെയും ദുരന്ത പ്രതികരണ സേനകളുടെയും വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 90 ദിവസത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കാൻ ശ്രീ ഷാ ദുരിതാശ്വാസ കമ്മീഷണർമാരോട് ആവശ്യപ്പെട്ടു. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള വാക്സിനുകളുടെ 70% ഇന്ത്യയിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ സംഘടിപ്പിച്ച 2ാം നയരൂപീകരണ ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. താങ്ങാനാകുന്ന വിലയിൽ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്ന ആഗോള കേന്ദ്രമായി ഇന്ത്യ മാറിയതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. സെൻസെക്സ് 678 പോയിന്റ് ഉയർന്ന് 81,796-ലും നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 24,947-ലും വ്യാപാരം അവസാനിപ്പിച്ചു. നൈപുണ്യ വികസന പരിപാടികൾക്കായി സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരിക്ക് നിവേദനം നൽകി. കേന്ദ്രമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഹൈദരാബാദിൽ ചേർന്ന ദക്ഷിണേന്ത്യൻ തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ ശ്രീ ശിവൻകുട്ടി പങ്കെടുത്തു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. നിലവിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ചും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 19 വരെ മീൻപിടുത്തം നിരോധിച്ചു. മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രളയ സാധ്യതയെ തുടർന്ന് കാസർഗോഡ്, മഞ്ചേശ്വരം, മൊഗ്രാൽ പുഴകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പെരുമ്പ, ഉപ്പള, നീലേശ്വരം, മണിമല ആറുകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. വാമനപുരം, കരമന, പമ്പ, അച്ചൻകോവിൽ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഉൾപ്പെടെ മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. നദികളുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ജൂണിലെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 20-ന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. 62 ലക്ഷത്തിലധികം പേർക്ക് 1,600 രൂപ വീതം പ്രതിമാസ പെൻഷൻ ലഭിക്കും. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇന്ന് ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരം നെട്ടയം ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗിൽ യോഗ പരിശീലനം, ബോധവത്കരണ ക്ലാസ്, മാജിക് ഷോ എന്നിവ നടന്നു. CBC അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 6 മാസത്തിനുള്ളിൽ 90% ഗ്രാമീണ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തികളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സൌന്ദര്യവത്കരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച കണ്ണൂർ ചിറക്കൽ ചിറ നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ജൂലൈ 12-ന് ആരംഭിക്കും. ഇതിനായുള്ള അപേക്ഷകൾ ഈ മാസം 30 വരെ പിഴ കൂടാതെ നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 3ാമത്തെയും അവസാനത്തേതുമായ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.